ശനിദേവനും ലക്ഷ്മി ദേവിയും തമ്മിലുള്ള തർക്കത്തിന്റെ കഥ അറിയാമോ? ഒരിക്കൽ ഐശ്വര്യത്തിന്റെ ദേവതയായ ലക്ഷ്മിദേവിയും കർമ്മഫലദാതാവായ ശനിദേവനും തമ്മിൽ തർക്കമുണ്ടായി. ഞങ്ങളിൽ ആരാണ് വലിയവൻ എന്നതായിരുന്നു അവരുടെ തർക്കവിഷയം. ഇതിനൊരു തീർപ്പ് കൽപ്പിക്കുവാനായി ശനിദേവൻ ലോകപാലകനായ ശ്രീ മഹാവിഷ്ണുവിന്റെ അടുത്തേക്ക് പോയി. വിഷ്ണു ഭഗവാനെ വണങ്ങിയ ശേഷം ശനിദേവൻ ലക്ഷ്മിദേവിയെ നോക്കി ചോദിച്ചു, പ്രഭു, ഞങ്ങളിൽ ആരാണ് ശ്രേഷ്ഠൻ, ലക്ഷ്മിയോ അതോ ഞാനോ? ഭഗവാൻ വിഷ്ണു ആശയക്കുഴപ്പത്തിലായി. ഒരു വശത്ത് തന്റെ ഭക്തനായ സൂര്യപുത്രൻ ശനി, മറുവശത്ത് തന്റെ പ്രിയപത്നിയെ ലക്ഷ്മി. ലക്ഷ്മി ശ്രേഷ്ഠയാണെന്ന് പറഞ്ഞാൽ ശനി കോപിക്കുകയും തന്റെ ശക്തി പ്രകടിപ്പിക്കുകയും ചെയ്യും. ശനിയാണ് ശ്രേഷ്ഠൻ എന്ന് പറഞ്ഞാൽ ലക്ഷ്മിദേവി കോപപ്പെടും. ഭഗവാൻ കുറച്ചുനേരം മൗനം പാലിച്ചു. ശനിദേവൻ ചോദ്യം ആവർത്തിച്ചപ്പോൾ ഭഗവാൻ വിഷ്ണുവിന് ഒരു ഉപായം തോന്നി. ഹേ ശനീശ്വര, നീയും ലക്ഷ്മിയും ഒരുമിച്ച് ആ മരത്തിൽ ചെന്ന് അതൊന്ന് സ്പർശിച്ച് ഓരോ ഇല പറിച്ചു കൊണ്ടുവരൂ, അപ്പോൾ ഞാൻ ഉത്തരം പറയാം. ലക്ഷ്മിദേവി ആശ്ചര്യത്തോടെ ശനിദേവനോടൊപ്പം മരത്തിലേക്ക് നടന്നു. ഇരുവരും മരം സ്പർശിച്ച് ഓരോ ഇല പറിച്ചു തിരിച്ചുവന്നു. ശനിദേവൻ ആകാംക്ഷയുടെ ഉത്തരത്തിനായി കാത്തിരുന്നു. അപ്പോൾ ഭഗവാൻ വിഷ്ണു പ്രസന്നനായി പറഞ്ഞു, ഹേയ് സൂര്യപുത്ര ശനി, നീ പോകുമ്പോൾ എനിക്ക് നന്നായി തോന്നി. ഹേ ലക്ഷ്മിദേവി, നീ വരുമ്പോൾ എനിക്ക് നന്നായി തോന്നി. ഈ ഉത്തരത്തിൽ ശനിയും ലക്ഷ്മിയും സന്തുഷ്ടരായി. കാരണം ശനി പോകുമ്പോൾ കഷ്ടങ്ങൾ കുറയും, മനുഷ്യന് ആശ്വാസമാണ്. ലക്ഷ്മി വരുമ്പോൾ സമ്പത്ത് വർദ്ധിക്കും, സന്തോഷവുമാണ്. ശനി ന്യായത്തിന്റെയും കർമ്മത്തിന്റെയും ദേവനാണ്. കഠിനമായ പരീക്ഷണങ്ങളിലൂടെ അദ്ദേഹം മനുഷ്യനെ കൂടുതൽ ധർമ്മിഷ്ഠനും കർമ്മനിരതനും ആക്കുന്നു. എന്നാൽ ലക്ഷ്മി സമൃദ്ധിയുടെയും സന്തോഷത്തിന്റെയും പ്രതീകമാണ്. ഈ കഥയിലൂടെ വിഷ്ണു ഭഗവാൻ ഓരോ ദേവതയുടെയും പ്രാധാന്യം വ്യക്തമാക്കുകയായിരുന്നു.